നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC ടോപ്പ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 PSC നടത്തിയ ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പോൾ ലെവല് കൂട്ടി തന്നെ ഇനി പഠനം മാറ്റേണ്ടതായിട്ടുണ്ട്. അതനുസരിച്ച് പഠനം ക്രമീകരിക്കണം. അപ്പോൾ ക്ലാസ്സിലേക്ക് പോയാലോ, നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇനി വരുന്ന പരീക്ഷകൾക്ക് ആവശ്യമുള്ള ഒരുപാട് കോഴ്സുകൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തോണം. ബേസ് ലെവൽ തൊട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോയാലോ. ആദ്യത്തെ ചോദ്യം, 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ 3-ൽ ഒന്നല്ലാത്ത സംസ്ഥാനം? അപ്പൊ ഇവിടെ നിന്ന് നമുക്കൊരു ക്ലൂ ഒളിഞ്ഞു കിടപ്പുണ്ട്. 2022 ജനുവരി 21 50ാം സംസ്ഥാന ദിനം ആചരിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ 2022 നിന്നും 50 കുറച്ച് എത്ര വരും? 1972 ജനുവരി 21. അപ്പൊ 1972 ജനുവരി 21 ഫോം ചെയ്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ പോരെ. ഇതിൽ ഏതൊക്കെയാണ്? മണിപ്പൂർ, മേഘാലയ, ത്രിപുര എന്നീ സംസ്ഥാനങ്ങൾ ഫോം ചെയ്തത് 1972 ജനുവരി 21. നാഗാലാൻഡ് ഫോം ചെയ്ത വർഷം ഏത്? 1963 ഡിസംബർ മാസം 1. 1963 ഡിസംബർ മാസം 1 നാഗാലാൻഡ് ഫോം ചെയ്തത്. അപ്പൊ ഇവിടെ ഉത്തരം ഏതാണ്? നാഗാലാൻഡ് ആണ്. ഈ 3 സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ 2022 ജനുവരി 21 ഫോം ചെയ്ത 3 സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് നാഗാലാൻഡ് ഫോം ചെയ്ത വർഷം ഏതാ? 1963 ഡിസംബർ മാസം 1. അപ്പോൾ PSC എപ്പോഴും ചോദിക്കുന്ന 2000-ൽ ഫോം ചെയ്ത സംസ്ഥാനങ്ങൾ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2000 നവംബർ മാസമാണ്. 2000 നവംബർ 1 ഒരു സംസ്ഥാനം ഫോം ചെയ്തു. നവംബർ 9 ഒരു സംസ്ഥാനം ഫോം ചെയ്തു. നവംബർ 15 ഒരു സംസ്ഥാനം ഫോം ചെയ്തു. നവംബർ 1 ഫോം ചെയ്ത സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ് ആണ്. നവംബർ 9 ഫോം ചെയ്ത സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ് ആണ്. നവംബർ 15 ഫോം ചെയ്ത സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. അപ്പൊ ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്. ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്. ഛത്തീസ്ഗഡ് ഫോം ചെയ്ത് 2000 നവംബർ 1, ഉത്തരാഖണ്ഡ് ഫോം ചെയ്ത് 2000 നവംബർ 9, ജാർഖണ്ഡ് ഫോം ചെയ്ത് 2000 നവംബർ 15 ആണെന്ന് ഓർക്കുക. അപ്പൊ ഈ 3 വർഷങ്ങൾ 3 ഡേറ്റ്. അപ്പൊ ഈ 3 സംസ്ഥാനങ്ങൾ 3 ഡേറ്റ് ഓർത്തിരിക്കുക. അപ്പൊ സംസ്ഥാനങ്ങളും അവ ഫോം ചെയ്ത വർഷങ്ങളും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഉത്തർപ്രദേശ് ഫോം ചെയ്ത വർഷം ഏതാ? 1950 ജനുവരി മാസം 26 ആണ്. 1950 ജനുവരി മാസം 26 ഉത്തർപ്രദേശ് ഫോം ചെയ്തത്. കേരളം ഫോം ചെയ്ത വർഷം ഏതാ? 1956 നവംബർ 1. 1956 നവംബർ 1 കേരളം ഫോം ചെയ്തത്. 1956 നവംബർ 1 തന്നെയാണ് കർണാടക ഫോം ചെയ്തത്, തമിഴ്നാട് ഫോം ചെയ്തത്, ആന്ധ്രാപ്രദേശ് ഫോം ചെയ്തത്, ഒഡീഷ ഫോം ചെയ്തത്, ബീഹാർ ഫോം ചെയ്തത്, രാജസ്ഥാൻ, പഞ്ചാബ്, അസം, പശ്ചിമ ബംഗാൾ ഇവയെല്ലാം 1956 നവംബർ 1 ഫോം ചെയ്തത് എന്ന് ഓർക്കുക. ഹിമാചൽ പ്രദേശ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1971 ജനുവരി മാസം 25. 1971 ജനുവരി മാസം 25 ഹിമാചൽ പ്രദേശ് ഫോം ചെയ്തത് എന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വ്യവസായവൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1937 ദേശീയ ആസൂത്രണ സമിതി, അതായത് ആസൂത്രണ കമ്മീഷന് മുൻഗാമിയാണ് ദേശീയ ആസൂത്രണ സമിതി, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയാണ്. അപ്പൊ ഇത് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ്. ഈ ദേശീയ ആസൂത്രണ സമിതിയുടെ പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ദേശീയ ആസൂത്രണ സമിതിയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് ബോംബെയിൽ വെച്ചാണ്. ബോംബെയിൽ വെച്ച് 1938 ഇതിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത്. അപ്പൊ 1938 ആരായിരുന്നു INCയുടെ പ്രസിഡന്റ്? SC ബോസ് ആയിരുന്നു. സുഭാഷ് ചന്ദ്ര ബോസ് ആയിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഒരു ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ചത്. ദേശീയ ആസൂത്രണ സമിതിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ചെയർമാനെ കൂടാതെ 10 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ചെയർമാനെ കൂടാതെ 10 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. പിന്നെ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1950 മാർച്ച് മാസം 15. 1950 മാർച്ച് മാസം 15 പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത്. പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ് നിലവിൽ വന്ന ഡേറ്റ് 2015 ജനുവരി മാസം 1. 2015 ജനുവരി 1 പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ് നിലവിൽ വന്നത്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? M വിശ്വേശ്വരയ്യ. M വിശ്വേശ്വരയ്യയാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി
വ്യാവസായിക നയം രൂപീകരിച്ച വർഷം ചോദിച്ചാൽ 1948 10 വർഷത്തിനിപ്പുറം 1948 സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായിട്ട് ഒരു വ്യാവസായിക നയം രൂപീകരിച്ചത്. ഒരു ബോംബെ പദ്ധതി രൂപീകരിച്ച കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ആരാണ് ഈ ബോംബെ പദ്ധതി രൂപീകരിച്ചത്? കുറച്ച് വ്യവസായികൾ ചേർന്നിട്ട് ബോംബെ നഗരത്തിൽ സമ്മേളിച്ച് രൂപീകരിച്ച പദ്ധതിയാണ് ബോംബെ പദ്ധതി. ബോംബെ പദ്ധതി രൂപീകരിച്ച വർഷം ചോദിച്ചാൽ 1944 1944 ബോംബെ പദ്ധതി രൂപീകരിച്ചത് എന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ ചോദ്യം എന്തായിരുന്നു? 1938 ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് അന്നത്തെ INCയുടെ പ്രസിഡന്റ് ആയിരുന്ന ആരാണ്? SC ബോസ്, സുഭാഷ് ചന്ദ്ര ബോസ്. അടുത്ത ചോദ്യം, 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹരിജൻ യാത്ര അല്ലെങ്കിൽ ഹരിജൻ പര്യടനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ 1932 ഗാന്ധിജി ഒരു സംഘടന രൂപീകരിച്ചു. ഈ സംഘടനയുടെ പേരാണ് ഹരിജൻ സേവക് സംഘ്. ഹരിജൻ സേവക് സംഘ് ഗാന്ധിജി രൂപീകരിച്ച വർഷം പറയൂ. 1932. 1932 ഗാന്ധിജി ഹരിജൻ സേവക് സംഘ് രൂപീകരിച്ചത്. ഈ സംഘടന ഇദ്ദേഹം രൂപീകരിച്ചത് എവിടെ വെച്ച്? ഇദ്ദേഹം യർവാദ ജയിലിൽ വെച്ച് രൂപീകരിച്ച സംഘടനയാണ്. എവിടെ വെച്ച് രൂപീകരിച്ച സംഘടനയാണ്? യർവാദ ജയിലിൽ വെച്ച് രൂപീകരിച്ച സംഘടനയാണ് ഹരിജൻ സേവക് സംഘ്. വർഷം ഏതാ? 1932. ഈ വർഷം തന്നെ ഗാന്ധിജി ആരംഭിച്ച പത്രത്തിന്റെ പേരാണ് ഹരിജൻ. അപ്പൊ 1932 തന്നെ ഗാന്ധിജി ആരംഭിച്ച പത്രത്തിന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ ഹരിജൻ ആണ്. ഹരിജൻ. ഈ ഹരിജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിന്റെ മക്കൾ. ദൈവത്തിന്റെ മക്കൾ എന്നതാണ് ഹരിജൻ എന്ന വാക്കിന്റെ അർത്ഥം. ഹരിജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിന്റെ മക്കൾ. ദൈവത്തിന്റെ മക്കൾ. ഗാന്ധിജി ദണ്ഡി യാത്ര ആരംഭിച്ച വർഷം ഏതാ? 1930 മാർച്ച് മാസം 12. 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്നാണ് ഇദ്ദേഹം ദണ്ഡി യാത്ര ആരംഭിച്ചത്. 1930 ഏപ്രിൽ മാസം 6 ഇദ്ദേഹം ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത്. അപ്പൊ 1930 മാർച്ച് 12 ഗാന്ധിജി ആരംഭിച്ച യാത്ര ഏതാണ്? ദണ്ഡി യാത്ര. ഇദ്ദേഹം ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്ന വർഷം ഏതാണ്? 1930 ഏപ്രിൽ മാസം 6. 1930 ഏപ്രിൽ മാസം 6. 1930 ഏപ്രിൽ മാസം 6. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹരിജൻ യാത്ര അഥവാ ഹരിജൻ പര്യടനത്തെ കുറിച്ചാണ്. ഹരിജൻ യാത്ര ആരംഭിച്ച സ്ഥലം എവിടെയാണ്? മഹാരാഷ്ട്രയിലെ സേവാഗ്രാം ആശ്രമം. മഹാരാഷ്ട്രയിലെ സേവാഗ്രാം ആശ്രമത്തിൽ നിന്നാണ് ഹരിജൻ യാത്ര അല്ലെങ്കിൽ ഹരിജൻ പര്യടനം ആരംഭിച്ചത്. എവിടെയാണ് അവസാനിപ്പിച്ചത്? ആന്ധ്രാപ്രദേശിലാണ് അവസാനിപ്പിച്ചത്. ആന്ധ്രാപ്രദേശിലാണ് ഇദ്ദേഹം അവസാനിപ്പിച്ചത് ഈ ഒരു യാത്ര. അപ്പൊ ഈ യാത്രക്കിടയിൽ അദ്ദേഹം എവിടെയും എത്തിച്ചേർന്നു? കേരളത്തിലും എത്തിച്ചേർന്നു. ഹരിജൻ ഫണ്ട് ശേഖരണത്തിന് വേണ്ടി ഗാന്ധിജി കേരളത്തിൽ എത്തിച്ചേർന്ന വർഷം ഏതാ? 1934. ഹരിജൻ ഫണ്ട് ശേഖരണത്തിന് വേണ്ടി ഗാന്ധിജി കേരളത്തിൽ എത്തിച്ചേർന്ന വർഷം ഏതാണ്? 1934. ഗാന്ധിജി എത്ര തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്? 5 തവണ ആണ് ഇദ്ദേഹം കേരളത്തിൽ വന്നിട്ടുള്ളത്. ആദ്യം വന്നത് 1920, അവസാനം വന്നത് 1937. അപ്പൊ എപ്പോഴും ഓർക്കുക, 1920 എപ്പോഴും ചോദിക്കാറുണ്ട്. 1920 ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വന്നത്. അവസാനം വന്നതോ 1937. ഡേറ്റ് അടക്കം പഠിച്ചു വെക്കാം. 1920 ഓഗസ്റ്റ് മാസം 18. 1920 ഓഗസ്റ്റ് മാസം 18 ഇദ്ദേഹം ആദ്യമായിട്ട് കേരളത്തിൽ വന്നത്. എന്തിനാണ് വന്നത്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി 1920 ഓഗസ്റ്റ് മാസം 18 കേരളത്തിൽ വന്നത്. രണ്ടാമത് എപ്പോഴാണ് ഇദ്ദേഹം കേരളത്തിൽ വന്നത്? 1925. ഡേറ്റ് പറയൂ. 1925 മാർച്ച് മാസം 8. 1925 മാർച്ച് മാസം 8 ഇദ്ദേഹം രണ്ടാമതായി കേരളത്തിൽ വന്നത്. മൂന്നാമത് വന്നത് 1927. നാലാമത് വന്നത് 1934. അഞ്ചാമത് വന്നത് 1937. അപ്പൊ ആദ്യം വന്ന ഡേറ്റ് 1920 ഓഗസ്റ്റ് 18 ആണെന്ന് പറഞ്ഞു. രണ്ടാമത് വന്നത് 1925 മാർച്ച് 8. മൂന്നാമത് വന്നത് 1927 ഒക്ടോബർ മാസം 9. ഒക്ടോബർ മാസം 9. നാലാമത് വന്നത് 4. ആ 4 തന്നെ ഡേറ്റ് ഉണ്ടല്ലോ. 1934. നാലാമത് വന്നത് 1934 ജനുവരി മാസം 10. 1934 ജനുവരി മാസം 10. അവസാനം വന്നത് 1937 ജനുവരി മാസം 12. 1937 ജനുവരി മാസം 12 അവസാനം വന്നത്. അപ്പൊ ആദ്യം വന്നത് എന്തിനാന്ന് പറഞ്ഞു? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം. രണ്ടാമത് വന്നത് എന്തിനാ? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം 1925 കേരളത്തിൽ വന്നത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട്. മൂന്നാമത് 1927 ഒക്ടോബർ 9 വന്നേ. തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി ഗാന്ധിജി കേരളത്തിലെത്തിയ
വർഷം ഏതാണ്? 1927 ഒക്ടോബർ 9. നാലാമത് 1934 ജനുവരി 10. അതാണ് നമ്മുടെ ഈ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടത്. ഹരിജൻ ഫണ്ട് ശേഖരണത്തിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം നാലാമത് കേരളത്തിൽ വന്നത്. അഞ്ചാമതും അവസാനവുമായി ഇദ്ദേഹം കേരളത്തിൽ വന്നത് 1937 ജനുവരി 12 ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിൽ. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ്? പുരാണ കിലയാണ് അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട. ബാക്കി തന്നിരിക്കുന്ന ആഗ്ര കോട്ട, ലാഹോർ കോട്ട, അലഹാബാദ് കോട്ടയെല്ലാം അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിച്ച കോട്ടകളാണ്. അക്ബറിന്റെ ഭരണകാലത്തെ പ്രധാന നിർമ്മിതികൾ ഏതൊക്കെയാണ്? ലാഹോർ കോട്ട, പഞ്ച്മഹൽ, അലഹാബാദ് നഗരം, ജോധാഭായി മഹൽ, ബുലന്ദ് ദർവാസ, അലഹാബാദ് കോട്ട, ലാഹോർ കോട്ട, ആഗ്ര കോട്ട, ദിവാൻ ഇ ഖാസ്, ജുമാ മസ്ജിദ്, ജ്യോതിഷ് മഹൽ, ഷെയ്ഖ് സലീം ചിസ്തിയുടെ ശവകുടീരം, ഇവയൊക്കെ അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിച്ച നിർമ്മിതികളാണ്. ഏതൊക്കെയാണ്? ആഗ്ര കോട്ട, ലാഹോർ കോട്ട, അലഹാബാദ് കോട്ട, ജുമാ മസ്ജിദ്, ജോധാബായി മഹൽ, പഞ്ച് മഹൽ, ജ്യോതിഷ് മഹൽ, ബുലന്ദ് ദർവാസ, ഷെയ്ഖ് സലീം ചിസ്തിയുടെ ശവകുടീരം, ഇവയൊക്കെ അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിച്ച നിർമ്മിതികളാണെന്ന് ഓർക്കുക. അപ്പൊ ഈ പുരാണ ക്വില നിർമ്മിച്ചത് ആരാണ്? നിർമ്മാണം തുടങ്ങി വെച്ചത് ഹുമയൂൺ ആണ്. ഈ നിർമ്മാണം പൂർത്തിയാക്കിയത് ഷേർഷാ സൂരി. ഈ പുരാണ ക്വിലയുടെ നിർമ്മാണം ആരംഭിച്ച സമയത്തെ മുഗൾ ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഹുമയൂൺ ആണ്. ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ആരാണ്? സൂർ വംശ സ്ഥാപകനായ ഷേർഷാ സൂരി. പഴയ കോട്ട എന്നതാണ് പുരാണ ക്വിലയുടെ അർത്ഥം. പുരാണ കിലയുടെ അർത്ഥം എന്താണ്? പഴയ കോട്ട. ലാൽ കില എന്നറിയപ്പെടുന്നത് ആഗ്ര കോട്ടയാണ്. ആഗ്ര കോട്ട നിർമ്മിച്ചത് മുഗൾ ഭരണകാലത്ത്. നിർമ്മിച്ചതാരാണ്? അക്ബറാണ് നിർമ്മിച്ചത്. അക്ബറിന്റെ ഭരണ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഫത്തേപൂർ സിക്രിയാണ് അക്ബറിന്റെ ഭരണ തലസ്ഥാനം. അക്ബർ സ്ഥാപിച്ച മതം ഏതാണ്? ദിൻ ഇലാഹിയാണ് അക്ബർ സ്ഥാപിച്ച മതം. അക്ബർ നടപ്പിലാക്കിയ സൈനിക വ്യവസ്ഥ ഏതാണ്? മാൻസബ്ദാരി സമ്പ്രദായമാണ് അക്ബർ നടപ്പിലാക്കിയ സൈനിക വ്യവസ്ഥ. അക്ബർ നിർത്തലാക്കിയ മതനികുതി ഏതാണ്? ജസിയ എന്ന മതനികുതിയാണ് അക്ബർ നിർത്തലാക്കിയ മതനികുതി. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? രാമനമ്പി. ആരാണ് നേതൃത്വം നൽകിയത്? രാമനമ്പി. 1812 കുറിച്യ കലാപം. ഇവിടെ കുറിച്യ കലാപം എന്ന് പറഞ്ഞിട്ടില്ല, കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപം എന്നേ പറഞ്ഞിട്ടുള്ളൂ. 1812 വയനാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം അത് ഏത് കലാപമാണ്? കുറിച്യ കലാപം. നടന്ന വർഷം 1812. എന്തായിരുന്നു കുറിച്യ കലാപത്തിന്റെ പ്രധാന കാരണം? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് തന്നെയാണ് കുറിച്യ കലാപം ഉണ്ടാകാനുള്ള പ്രധാന കാരണം. കുറിച്യ കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരായിരുന്നു? TH ബേബർ. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ ഈ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് പറഞ്ഞതാരാണ്? TH ബേബർ. ആ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആയിരുന്ന TH ബേബർ ആണ് ഇപ്രകാരം പറഞ്ഞത്. 1812 മെയ് മാസം 1 ബ്രിട്ടീഷ് സൈന്യം ആരെ വധിക്കുന്നത്? രാമനമ്പിയെ വധിക്കുന്നത്. ബാക്കി ഓപ്ഷൻസിലുള്ള തലക്കൽ ചന്തു, എടച്ചേന കുങ്കൻ എന്നിവർ പഴശ്ശിരാജയുടെ ആൾക്കാരാണ്. പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് തലക്കൽ ചന്തു, എടച്ചേന കുങ്കൻ എന്നിവർ. കുറിച്യർ അധിവസിച്ചിരുന്ന കേരളത്തിലെ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? കണ്ണൂർ, വയനാട് മേഖലകളിലായിട്ടാണ് കുറിച്യർ അധിവസിച്ചിരുന്നത്. കുറിച്യ കലാപത്തിൽ കുറിച്യർ മാത്രമാണോ ഉണ്ടായിരുന്നത്? അല്ല, കുറുമ്പരും ഉണ്ടായിരുന്നു. അപ്പൊ കുറിച്യരെ കൂടാതെ പങ്കെടുത്ത ഗോത്ര വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ കുറുമ്പരാണ്. അട്ടപ്പാടി മേഖല, പാലക്കാട് അട്ടപ്പാടി മേഖലയിൽ താമസിച്ചിരുന്ന കുറുമ്പരും ഈ ഒരു കലാപത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യം എന്താണെന്ന് ചോദിച്ചാൽ വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നതാണ് കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യം. ബ്രിട്ടീഷുകാർ കുറിച്യ കലാപം അടിച്ചമർത്തിയ വർഷം ചോദിച്ചാൽ 1812 മെയ് മാസം 8. 1812 മെയ് മാസം 8 ബ്രിട്ടീഷുകാർ കുറിച്യ കലാപം അടിച്ചമർത്തിയത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇത് ഡിസ്കസ് ചെയ്തത്. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. പറഞ്ഞ പോയിന്റ്സ് കറക്റ്റ്
ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. സംസ്ഥാനങ്ങളും അവ ഫോം ചെയ്ത പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളും അവ ഫോം ചെയ്ത വർഷങ്ങളും പഠിച്ചു വെച്ചോണം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LDC ലോങ് ടേം ബാച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യണേ. 1499 മാത്രമേ ഫീസ് വരുന്നുള്ളൂ. എല്ലാ കോഴ്സിന്റെയും ഫീസ് വളരെ അഫോർഡബിൾ ആണ്. എത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തോളൂ. ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഫസ്റ്റ് കമന്റും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടായിരിക്കും. ഇന്നത്തെ നിങ്ങളോടുള്ള ചോദ്യം, ജാഗ്രതാരി സമ്പ്രദായം ഏർപ്പെടുത്തിയ മുഗൾ ഭരണാധികാരി ആരാണ്? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ജാഗ്രതാരി സമ്പ്രദായം ഏർപ്പെടുത്തിയ മുഗൾ ഭരണാധികാരി ആര്? ഓക്കെ, അപ്പോ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് പോണേ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.